ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരാളെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. എവറിബഡി ഷുഡ് ബി ദ സെയിം. ഒരാൾ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നാൽ അത് ഹോംലെസ് ആണോ, വലിയ റിച്ച് ആണോ, പവർഫുൾ ആണോ കാണരുത്. നമ്മൾ കാണേണ്ടത് അവരെ ഹെൽത്ത് ഇഷ്യൂ ആണ്, അവരുടെ മനസ്സാണ്. എന്നിട്ട് നമ്മൾ ചികിത്സിക്കാൻ പാടുള്ളൂ. അത് കുറേ വെസ്റ്റേൺ കൺട്രീസിൽ പോകുമ്പോൾ കുറേ കൂടെ അത് റീഇൻഫോഴ്സ് ചെയ്യും അവർ. ഇപ്പം അമേരിക്കയിലെ ആൾക്കാർ പറയും ഇൻഷുറൻസ് ഉള്ളവർക്ക് വേറെ ട്രീറ്റ്മെൻറ്റ്. അതല്ല, അത് തെറ്റിദ്ധാരണ. എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് അവിടെ. ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ്. കാരണം ഞാൻ ഹോസ്പിറ്റൽ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയണത്. അതായത് അക്യൂട്ട് സ്റ്റേജിൽ ഇൻഷുറൻസ് നോക്കരുത്, സേവ് ദയർ ലൈഫ്, അവരുടെ ജീവിതം രക്ഷിക്കുക. പിന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് വേറെ അവർ ഡീൽ ചെയ്യട്ടെ. കുറെ കളക്ട് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യുന്നില്ല, അത് നമ്മൾ അറിയുന്നില്ല, ബാക്ക് എൻഡിൽ ഇറക്കും. പക്ഷെ അക്യൂട്ടായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിൽ വേറെ ഒരു കോംപ്രമൈസും പാടില്ല. നമ്മൾ ഇൻഷുറൻസ് നോക്കരുത്, അങ്ങനത്തെ അയാളുടെ കളർ നോക്കരുത്. ഇപ്പം ന്യൂയോർക്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് കുറേ ഇല്ലീഗൽസ് ഉണ്ട്, ഇൻഷുറൻസ് ഇല്ലാത്ത കുറേ പേരുണ്ട്, കുറേ ഹോംലെസ് ഉണ്ട്. അമേരിക്കയിൽ അതൊരു വലിയ പ്രശ്നം. പക്ഷെ അവരെല്ലാം അതേപോലെ തന്നെയാണ്. നമ്മൾ വളരെ റിച്ച് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നല്ല ഇൻഷുറൻസ് അവർക്ക് കിട്ടുന്ന അതേ എക്സാക്ട് സെയിം ട്രീറ്റ്മെൻറ്റ് ആണ് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കുക. അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. ആൾക്കാർക്ക് ചെറിയ തെറ്റിദ്ധാരണകളുണ്ട്. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അമേരിക്കയിൽ മരിച്ചു പോകും, അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെയില്ല. ഹ്യൂമൻസ് നമ്മൾ കാണുന്നത് അവരുടെ അപ്പിയറൻസും അവരുടെ സ്റ്റാറ്റസും അല്ല. വി സീ ദ സോൾ, മനസ്സിനെയും ആത്മാവിനെയും നമ്മൾ കാണുന്നു. അങ്ങനെ നിന്നാലേ നമുക്കൊരു നല്ല ഡോക്ടർ ആവാൻ പറ്റുള്ളൂ.